എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തലമുടി കണ്ടാൽ കഴിക്കുമോ? എത്ര പേരുണ്ട് ആ ഭക്ഷണം കളയുന്നവർ, കഴിക്കാത്തവർ? തലമുടി നമ്മുടെ വീട്ടിൽ നിന്നാണ്, വീട്ടിലെ ഭക്ഷണത്തിൽ നിന്നാണ് തലമുടി കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തിനു വിഷമിക്കണം? നമ്മുടെ മലയാളികൾ ഡെയിലി കുളിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിലെ നമ്മുടെ അംഗങ്ങളെ എല്ലാ ദിവസവും വൃത്തിയായിട്ട് കുളിക്കുന്നവരല്ലേ? അപ്പോൾ വീട്ടിൽ കാണുന്ന ഭക്ഷണത്തിൽ ഒരു 99% ആ വീട്ടിലുള്ളവരുടെ തന്നെ തലമുടിയായിരിക്കും അല്ലേ? അതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ആവാം, അമ്മയുടെ ആവാം, പെങ്ങളുടെ ആവാം, അല്ലെങ്കിൽ മകളുടെ ആവാം. ഈ 4 പേരുടെയാണല്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന അവരുടെ ഒരു തലമുടി ഒരു ഭക്ഷണത്തിൽ വീണാൽ എന്താണ് കുഴപ്പം? അത് മാറ്റിയിട്ടിട്ടത് കഴിച്ചൂടെ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഞാൻ ഭക്ഷണത്തിൽ തലമുടി കണ്ടാൽ കളയാറില്ല. തലമുടി എടുത്ത് കളയും, ആ ഭാഗത്തെ ഭക്ഷണം കളയും, എന്നിട്ട് കഴിക്കും. പക്ഷെ എൻ്റെ ഹസ്ബൻഡൊന്നും കഴിക്കൂല കേട്ടോ. അപ്പം ഞാൻ പറയാറുണ്ട്, എൻ്റെ തലമുടിയല്ലേ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ, അപ്പം എൻ്റെ തലമുടിയല്ലേ. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്ക്, നമ്മൾ വൃത്തിയാക്കാതെ വെക്കില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ അത്രയും വൃത്തിയാക്കി വെക്കുന്ന മുടിയാണ് വീഴുന്നത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. പിന്നെ അതും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആയിരിക്കും. പക്ഷെ ഹോട്ടലിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾക്കറിയില്ലാത്തവരുടെയും അത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ വീട്ടിലുള്ളവരുടെ ഒരു തലമുടി കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് ഭക്ഷണം ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായം പോരട്ടെ. തലമുടി ഇഷ്ടമല്ലാത്തവർ, തലമുടി കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെന്നൊന്ന് ഞാൻ കാണട്ടെ. കമൻറ്റിൽ വരട്ടെ, കാണാം.